സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ നമ്മുടെ മന്ത്രിമാരുടെ ധൂർത്തിന് ഒരു കുറവുമില്ല. സർക്കാർ ചെലവിൽ 6 ഡ്രൈവർമാരെ വെച്ച മന്ത്രിമാരുണ്ട് കേരളത്തിൽ. മന്ത്രി VS ശിവകുമാറിന്റെ കാർ ഓടിക്കാനാണ് 6 ഡ്രൈവർമാർ. മന്ത്രി അനൂപ് ജേക്കബിനുള്ളത് 6 അറ്റൻഡന്റുമാർ. ഒരു മന്ത്രിക്ക് 6 ഡ്രൈവർമാർ എന്തിനാണെന്ന് ചോദിക്കരുത്. ആരോഗ്യമന്ത്രി VS ശിവകുമാറിനുള്ളത് 6 ഡ്രൈവർമാർ. ഒരുപാട് സാരഥികളുള്ള മന്ത്രിമാർ ഇനിയുമുണ്ട്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സാരഥികൾ 5 പേരാണ്. ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെ സുഖയാത്രയ്ക്കുള്ള ഡ്രൈവർമാർ 4. മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടിക്കും മുനീറിനും KP മോഹനനും ജയലക്ഷ്മിക്കുമുണ്ട് 3 വീതം ഡ്രൈവർമാർ. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ അറ്റൻഡർമാരുടെ എണ്ണം 6. ഇന്നത്തെ ന്യൂസ് അവർ ചർച്ച എന്താകുമെന്ന കാര്യമാണ് പരിശോധിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പാഠപുസ്തകം വൈകുന്നതിനെ കുറിച്ചാണ്. ഓണപ്പരീക്ഷ എത്താറായിട്ടും പാഠപുസ്തകം കിട്ടിയിട്ടില്ല. ഓണപ്പരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകങ്ങൾ എത്താത്ത അവസ്ഥ ചർച്ച ചെയ്യണം. ഓണപ്പരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, പുസ്തകം സ്കൂളിൽ വന്നിട്ടില്ല. വൈദ്യുതി നിരക്ക് കൂട്ടേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. തീരുമാനം മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നും KSEBിക്ക് പ്രതിമാസം 75 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി. ചത്ത എലിയെ കണ്ട് ഞെട്ടിയ കുട്ടികൾക്ക് ധൈര്യം പകരാൻ ഉച്ചക്കഞ്ഞിയും കഴിച്ചാണ് അനൂപ് ജേക്കബ് മടങ്ങിയത്. എലിയെ കണ്ട് പേടിച്ച കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരാനാണോ ഈ നമ്പർ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: അല്ല, ആത്മവിശ്വാസം കുറവ് ഞാൻ പിള്ളേരോടും ചോദിച്ചു, പിള്ളേരൊക്കെ നല്ല വിശ്വാസത്തിലാണ്. കൺസ്യൂമർ ഫെഡിന്റെ നന്മ സ്റ്റോറുകൾ നിലനിർത്തുമെന്ന വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം വെറും വാക്കിൽ ഒതുങ്ങുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളൊന്നുമില്ലെന്ന് മാത്രമല്ല, പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയും പോലെയാണ് നന്മ സ്റ്റോറുകളുടെ കാര്യം. അത്യാവശ്യം വേണ്ട പലചരക്ക് സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനക്കാർ കൈമലർത്തും. സ്കൂളുകളിലെ ശുചിമുറികളുടെയും കക്കൂസുകളുടെയും ശോച്യാവസ്ഥയുടെ നേർക്കാഴ്ചകൾ, മൂത്രമൊഴിക്കാൻ പോലും ആകാതെ അടക്കി പിടിച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദം, നേരിന്റെ ഈ ദൃശ്യങ്ങളും ശബ്ദവും ഞങ്ങൾ പകർത്തി. അത് പൊതുസമൂഹത്തെ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ്, ആരോഗ്യ കേരളം മാതൃക, ഇതൊക്കെ എവിടെയോ പിഴച്ചെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കി. ഒന്നും മിണ്ടാതിരിക്കാനും നടപടിയെടുക്കാതിരിക്കാനും നിവർത്തിയില്ലാതായി അധികൃതർക്ക്. വാർത്ത വന്ന ദിനം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യമന്ത്രിയും പ്രതികരിച്ചു. അധ്യയന വർഷം വരുമ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ മതിയായ രീതിയിൽ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിനും ഫിറ്റ്നസ് കൊടുക്കുക. സ്വപ്നതുല്യമായ പദ്ധതികളുണ്ട് കേരളത്തെ രക്ഷിക്കാൻ. ഞാൻ എല്ലാം പറയുന്നില്ല, സസ്പെൻസ് പോകും. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ.